Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വാട്സപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പണീനെ കുറിച്ചിട്ട് പറയാനാണ്. അപ്പൊ അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ വാട്സപ്പ് ബീറ്റ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ബീറ്റ വേർഷൻ? ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേബിൾ വേർഷൻ, വാട്സപ്പ് സ്റ്റേബിൾ ആക്കുന്ന ഒരു വേർഷൻ സ്റ്റേബിൾ ആക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള ബീറ്റ ടെസ്റ്റേഴ്സിന് വാട്സപ്പ് അപ്ഡേറ്റ് അയച്ചു കൊടുക്കും. അത് എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടില്ല, ചില അപ്ഡേറ്റുകൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ബീറ്റ അപ്ഡേറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് അവിടെ റിഫ്ലക്റ്റ് ആവും. അതാണ് 8ന്റെ പണി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ പിക്സൽ ഫോണിലൊക്കെ ഗൂഗിൾ പുതിയ അപ്ഡേറ്റ്, ആൻഡ്രോയിഡിന്റെ അപ്ഡേറ്റ് തരുന്നതിന് മുമ്പ് അത് അവിടെ ഇട്ടിട്ട് അവരെ ടെസ്റ്റ് ചെയ്തിട്ട് ബഗ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ബഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സെറ്റ് അടിച്ചു വരെ പോകണം. അപ്പൊ നമ്മൾ ഒരിക്കലും OSന്റെ കേസിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ബീറ്റ യൂസ് ചെയ്യില്ല. കാരണം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒരു പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ വാട്സപ്പിന്റെ ടെസ്റ്റ് ചെയ്യാത്ത പുതിയൊരു വേർഷൻ വന്നപ്പം അത് നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഇതേപോലെ വാട്സപ്പ് ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഞാൻ പേടിച്ചു. ഞാൻ ട്രാവൽ ചെയ്യണ നേരത്തെ ആയിരുന്നു, എൻ്റെ വാട്സപ്പ് ഹാക്കായെന്ന് വിചാരിച്ചു. അതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഫോണ് ഹാക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബേജാറായി. എന്ത് ചെയ്തു? അപ്പൊ എൻ്റെ ബിസിനസ് വാട്സപ്പിന് ഇഷ്യൂ ഇല്ല, പക്ഷെ ബീറ്റ വാട്സപ്പിനുണ്ട്. അതിന് വേറൊരു ബീറ്റ വാട്സപ്പുണ്ട്, അതിന് കുഴപ്പമില്ല. ഹാക്കായതാണോ? അപ്പൊ വേഗം ഞാൻ എന്ത് ചെയ്തു, GB ഹാക്കേഴ്സിന്റെ ഒക്കെ സൈറ്റിലൊക്കെ കയറി പരതി നോക്കിയപ്പോൾ അത് ബീറ്റ ടെസ്റ്റേഴ്സിനുള്ള ബീറ്റ വേർഷനിലുള്ള ബഗ്ഗാണ്. അത് ഒന്നുകിൽ അത് ഫിക്സ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ ഒന്നുകിൽ കാത്തുക്കുക, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ നോർമൽ സാധാരണ എല്ലാവരും ഫൈനലൈസ് ചെയ്തുള്ള വേർഷൻ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അത് ചെയ്തു. ഇപ്പൊ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബീറ്റ യൂസേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മൊത്തം ഡാറ്റയും കാര്യങ്ങളും പോകും. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം മറ്റൊരു വീഡിയോ കണ്ടവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.